നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. കാലടി പഞ്ചായത്തിലെ 2 വീലർ പദ്ധതിയിലെ അഴിമതിക്കെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. കാലടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വജനപക്ഷപാതത്തിനും അഴിമതി ഭരണത്തിനുമെതിരെ കാലടി പഞ്ചായത്തിലെ വനിതാ സംരംഭകർക്കുള്ള 2 വീലർ പദ്ധതിയിലെ ക്രമക്കേടിനുമെതിരെ പഞ്ചായത്ത് അംഗം അംബിക ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ കാലടി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന റാലിയും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കാലടി മേഖലാ പ്രസിഡന്റ് സി വി സജീഷ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിപിൻ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അങ്കമാലി ഏരിയ കമ്മിറ്റി അംഗം മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എം ടി വർഗീസ്, സിപിഎം കാലടി ലോക്കൽ കമ്മിറ്റി അംഗം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സിജോ ചൊവരാൻ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണന്റെ മകൾ ജനം പരിശോധിക്കട്ടെ. ഈ കാലടി പഞ്ചായത്തിന്റെ ഒരു ശരാശരി ജനസംഖ്യ ഉണ്ടാവല്ലോ, ആ ജനസംഖ്യയില് പകുതിയോളം സ്ത്രീകളായിരിക്കും. ആ പകുതിയിൽ 18 വയസ്സ് കഴിഞ്ഞവര് അതിന്റെ പകുതി ഉണ്ടാവും. അപ്പൊ ഈ കാലടി പഞ്ചായത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയുന്ന അർഹതപ്പെട്ട 8 സ്ത്രീകളിൽ ഒരാളാണ് അംബിക ബാലകൃഷ്ണന്റെ മകളെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് പറയാൻ കഴിയോ ഈ അംബിക ബാലകൃഷ്ണന്റെ മകളാണ് ഈ പഞ്ചായത്തിൽ 8 പേരിൽ ഒരാളെന്ന്? ഈ പഞ്ചായത്ത് പറഞ്ഞ വലിയ പഞ്ചായത്തല്ലേ? ഈ വലിയ പഞ്ചായത്തിൽ അവർ ഉൾപ്പെടുന്ന വാർഡിനകത്ത് ഒട്ടേറെ സ്ത്രീകൾ ഉണ്ടായിട്ടും ആ സ്ത്രീകളെ ഒന്നും പരിഗണിക്കാതെ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിലവിൽ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അവരുടെ സംരംഭകം അല്ലെങ്കിൽ അവരുടെ ആ പരിപാടി വികസിപ്പിക്കുന്നതിന് വേണ്ടി അനുയോജ്യമായ രീതിയിൽ, ഗുണകരമായ രീതിയിൽ കൊടുക്കേണ്ട പദ്ധതിയെ സ്വന്തം വീട്ടിലേക്ക് മാത്രം ഒതുക്കുന്ന കോൺഗ്രസിന്റെ നയമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂസ് ബ്യൂറോ കാലടി.